ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും സാമ്പത്തിക ബന്ധവും ശക്തമാക്കുന്നതിനായുള്ള B57+ പദ്ധതിയുടെ ഏഷ്യ പസഫിക് ആസ്ഥാനം ഇന്തോനേഷ്യയിൽ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ഈ പദ്ധതിയിലൂടെ ബിസിനസ് രംഗത്ത് വലിയ ഉണർവാണ് പ്രതീക്ഷിക്കുന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇന്തോനേഷ്യയിൽ നടന്ന സാമ്പത്തിക ഉച്ചകോടിയിലാണ് പുതിയ ഏഷ്യ പസഫിക് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനമുണ്ടായത്. മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ വെറും ചർച്ചകൾ നടത്തുന്നതിന് പകരം നേരിട്ടുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകുകയാണ് ഈ പുതിയ കേന്ദ്രത്തിന്റെ ദൌത്യമെന്ന് ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അബ്ദുള്ള സാലിഹി കാമ്പിൽ പറഞ്ഞു. ലോകത്ത് 2 കോടിയിലധികം മുസ്ലിം ജനസംഖ്യയും ധാരാളം പ്രകൃതി വിഭവങ്ങളും ഉണ്ടെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ അളവ് വെറും 20% മാത്രമാണ്. ഓരോ രാജ്യത്തെയും വ്യത്യസ്തമായ നിയമങ്ങളും ബിസിനസ്സുകാർ തമ്മിലുള്ള ബന്ധമില്ലായ്മയുമാണ് ഇതിന് പ്രധാന കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ B57+ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഗവൺമെന്റ് നയങ്ങളും ബിസിനസ്സുകാരുടെ ആവശ്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാലമായി ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കും. കൂടുതൽ പണം നിക്ഷേപിക്കാനും കച്ചവടം കൂട്ടാനും അതുവഴി പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാകാനും ഇത് സഹായിക്കും. ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല, വലിയ തോതിൽ മുസ്ലിം ജനസംഖ്യയുള്ള മറ്റു രാജ്യങ്ങളും ഇതിന്റെ ഭാഗമാകും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതിനാലാണ് ഈ പദ്ധതിക്ക് B57+ എന്ന് പേര് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെ ലോക സാമ്പത്തിക രംഗത്ത് വലിയ ശക്തിയായി മാറുകയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.